തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ സംസ്കരണത്തിനായി സോളാർ ഫിഷ് ഡ്രയർ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഡ്രയർ നിർമ്മിച്ചു നൽകിയത്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജില്ലയിലെ 37 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി നടപ്പിലാക്കിയ പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു സോളാർ ഫിഷ് ഡ്രയർ. തീരദേശ മേഖലയായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത്. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു. 52,000 രൂപയാണ് നിർമ്മാണ ചെലവിനായി അനുവദിച്ചിരുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഡ്രയർ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പരീക്ഷണം വിജയിച്ചു. അനുവദിച്ച തുക ഉപയോഗിച്ച് 5 ഡ്രയറുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വേഗത്തിലും വൃത്തിയോടെയും മത്സ്യം ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. സംസ്കരിച്ച മത്സ്യം ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായതിനാൽ മികച്ച കയറ്റുമതി സാധ്യതയും ലക്ഷ്യമാക്കുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS ജയശ്രീ, പ്രോജക്റ്റ് കോർഡിനേറ്റർ ഹേന വിജയൻ, PTA പ്രസിഡന്റ് KP ഷാജി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ EG സജിമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ശിവാനി, അഞ്ജിത, കിരൺ കൃഷ്ണ, നവനീത് നിരഞ്ജൻ എന്നിവരാണ് ഫിഷ് ഡ്രയർ നിർമ്മാണത്തിന് പിറകിൽ. കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലെ നിർധനരായ മത്സ്യത്തൊഴിലാളികൾക്ക് അതത് പഞ്ചായത്തുകൾ വഴി ഇവ വിതരണവും ചെയ്തു കഴിഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം.